എല്ലാവർക്കും നമസ്കാരം. ദ കിക്ക് ഓഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെൽസിയെ സംബന്ധിച്ച് ഒരു വീഡിയോ, അവരുടെ പുതിയ സീസണിനെ പറ്റിയും പ്ലേയേഴ്സിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ അലക്സാണ്ടർ ഐസക് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചാൽ പിന്നെ അത് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അലക്സാണ്ടർ ഐസക് ന്യൂകാസിൽ യുണൈറ്റഡിനെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രീ സീസൺ ടൂറിലൊന്നും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് ചെറിയൊരു മൈനർ ഇഞ്ചുറി ഉണ്ടെന്നൊക്കെയാണ് അവരുടെ ടീം ന്യൂകാസിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, കോച്ചിങ് സ്റ്റാഫിലൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ പ്രീ സീസൺ ടൂറിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ പറയുന്നത് ലിവർപൂൾ അലക്സാണ്ടർ ഐസക്കിന്റെ പുറകെ ഉണ്ടെന്നാണ്. അപ്പോൾ അവർ സൈൻ ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലെ വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിട്ട് ഈ അലക്സാണ്ടർ ഐസക്കിന്റെ സാഗ മാറിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടേക്ക് അദ്ദേഹം പോകും എന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ ലിവർപൂൾ ന്യൂകാസിലിന് മുമ്പിൽ ഒരു 120 മില്യൺ ബിഡ് വെക്കാൻ തയ്യാറാണെന്ന് അവർ ഒഫീഷ്യലി അറിയിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് അവർ ഐസക് നോട്ട് ഫോർ സെയിൽ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അവരുടെ നിലപാട് അതായിരുന്നു. പക്ഷേ ഇപ്പോൾ അലക്സാണ്ടർ ഐസക് തന്നെ ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ന്യൂകാസിലിന്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം അവർ ഹ്യൂഗോ എക്കിറ്റൊക്കെ ടാർഗറ്റ് ചെയ്തു, പക്ഷേ അത് ലിവർപൂൾ കൊണ്ടുപോയി. ജാവോ പെഡ്രോയെ സൈൻ ചെയ്യാൻ അവരിരുന്നു. അപ്പോൾ ജാവോ പെഡ്രോയെ ചെൽസി കൊണ്ടുപോയി. അപ്പോൾ ഇവർ വിസ ഇപ്പോൾ നോക്കുന്നുണ്ട്. പക്ഷേ ബ്രെൻഫോർഡ് എത്രത്തോളം വിസ കൊടുക്കുമെന്ന് നമുക്ക് കണ്ടറിയുന്ന കാര്യമാണ്. കൊടുത്താൽ തന്നെ വലിയൊരു എമൗണ്ട് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഐസക്കിനെ ഒരു 130 മില്യൺ ഒക്കെ ലിവർപൂളിന് കൊടുത്ത്, അല്ലെങ്കിൽ ഏതൊരു ക്ലബിന് കൊടുത്ത് മറ്റ് പൊസിഷനിലേക്കും കൂടെ പ്ലെയേഴ്സിനെ ഒക്കെ നോക്കാനായിരിക്കും ന്യൂകാസിൽ യുണൈറ്റഡ് ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലിവർപൂളിലേക്ക് അല്ലെങ്കിൽ ഏത് ക്ലബിലേക്കായിരിക്കും ഈ അലക്സാണ്ടർ ഐസക് പോവുക എന്ന് നമുക്ക് കണ്ടറിയുന്ന കാര്യമാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ചെൽസിക്ക് ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ അവർ ഓൾറെഡി ഡെലാപ്പിനെ സൈൻ ചെയ്തു, ജാവോ പെഡ്രോയെ സൈൻ ചെയ്തു. ഇവർ രണ്ടുപേരും ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയ പ്ലെയേഴ്സാണ്. അപ്പോൾ ഇനിയും ഒരു സ്ട്രൈക്കറെ കൂടി കൊണ്ടുപോകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാണ്. എലീറ്റ് സ്ട്രൈക്കർമാരുടെ ഒരു അഭാവം മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഇത്രയും തുക കൊടുത്തുകൊണ്ട് ഒരു സ്ട്രൈക്കറെ കൂടി അവർ കൊണ്ടുപോകാൻ സാധ്യത കുറവാണ്. പിന്നെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആർസണലാണ്. ഓൾറെഡി അവർ ഗ്യോക്കേഴ്സിനെ സൈൻ ചെയ്തു. ഇനിയും ഐസക്കിനെ കൂടെ കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അപ്പോൾ അവർ ഒരു സ്ട്രൈക്കറെ കഴിഞ്ഞ സീസണിൽ 1970 അവർ റെലഗേറ്റ് ആയതിനു ശേഷം ഏറ്റവും കുറവ് ഗോളുകൾ അടിച്ചത് ഈ കഴിഞ്ഞ സീസണിലാണ്. അപ്പോൾ ഒരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അലക്സാണ്ടർ ഐസക്കിന് ഇത്രയും തുക കൊടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവരിപ്പോൾ ആസ്തൻ വില്ലയിൽ നിന്ന് ഒലേ വാറ്റ്കിൻസിനെ നോക്കുന്നുണ്ട്. പക്ഷെ അവർ ചോദിക്കുന്ന തുകയൊക്കെ വലിയ തുകയാണ്. ഇപ്പോൾ ഈ ഡിസംബറിൽ എനിക്ക് തോന്നുന്നു 30 വയസ്സാവുകയാണ് ഒലേ വാറ്റ്കിൻസിന്. അപ്പോൾ ഇനി 30 വയസ്സായ ഒരു സ്ട്രൈക്കറിന് വലിയൊരു തുക കൊടുത്ത് കൊണ്ടുപോകാൻ സാധ്യത കുറവാണ്. അടുത്ത സീസണിലൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ യുണൈറ്റഡിലേക്ക് പോകാനുള്ള സാധ്യത അത് തന്നെയല്ല, ന്യൂകാസിൽ യുണൈറ്റഡിന് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ സാധിക്കും. യുണൈറ്റഡിന് അത് കഴിയില്ല. അപ്പോൾ ഒരു സെറ്റിൽഡ് ആയ ഒരു ക്ലബിൽ നിന്ന് സെറ്റിൽ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിലേക്ക് ഐസക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അവിടെയുള്ളത്. അവരുടെ ലെഗസി, ആ ജേഴ്സിയുടെ കനം ഒക്കെ ഐസക്കിന് നല്ലപോലെ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു അലക്സാണ്ടർ ഐസക് വേറൊരു ക്ലബ്ബ് ലിവർപൂൾ തന്നെ ആയിരിക്കാം നോക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി ഒരു സ്ട്രൈക്കറെ ഇനിയും കൊണ്ടുപോകാൻ സാധ്യത കുറവാണ്. കാരണം അവർക്കിപ്പോൾ ഓൾറെഡി എർലിംഗ് ഹാർലൻഡ് ഉണ്ട്. ഒമർ മർമൂഷിനെ അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്ട്രൈക്കറെ കൂടെ അത് അവർ അഫോർഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പ്ലെയറിന് വരുന്നത് ബെഞ്ചമിൻ സെസ്കോ, RB ലൈപ്സിഗിൽ നിന്ന് വരുന്ന അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ സെസ്കോയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷെ അവർ ആദ്യം RB ലൈപ്സിഗ് ആദ്യം 100 മില്യൺ ആണ് അവരെ വിൽക്കാൻ വെച്ചിരുന്നത്. പക്ഷെ ആരും വരാഞ്ഞുകൊണ്ട് ഇപ്പം 25 മില്യൺ ഒക്കെ കുറച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഒരു 70-75 മില്യൺ ഒക്കെ കിട്ടിയാൽ ചിലപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബെഞ്ചമിൻ സെസ്കോയെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രീമിയർ ലീഗിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ലാലിഗയിലേക്ക് വന്നാൽ റയൽ മാഡ്രിഡിന് ഒരു സ്ട്രൈക്കറെ ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ എംബപ്പെ ആയിരുന്നു നമ്പർ 9 റോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ലെഫ്റ്റിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് വന്ന് കളിക്കുന്ന ഒരു ശൈലിയായിരുന്നു. എന്നിട്ട് ഗോളുകൾ കണ്ടെത്തുക, ആ ഒരു രീതിയായിരുന്നു. ഈ സീസണിൽ എംബപ്പെ നമ്പർ 10 ജേഴ്സിയാണ് ഇടുന്നത്. അപ്പോൾ അവർക്കൊരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. പക്ഷേ സാബി അലോൺസോ പറയുന്നത് അവർക്കൊരു ജോസലിന്റെ ഒരു പുതിയ വേർഷനാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ സബ് ഇറങ്ങി ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പീറ്റർ ഷിക്കിനെ പോലെയൊക്കെയുള്ള ഒരു സ്ട്രൈക്കറെയാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഈ തുക കൊടുത്ത് കൊണ്ടുപോകാൻ റയൽ മാഡ്രിഡിന് കഴിയും. വേണമെന്ന് വെച്ചാൽ പെരസിന് വേണമെന്ന് വെച്ചാൽ ഈ തുക കൊടുക്കാൻ അവർക്ക് സിമ്പിളായിട്ട് സാധിക്കും. ഒരു ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ഒരു ക്ലബ്ബാണ് ഈ റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റയൽ മാഡ്രിഡ് ഐസക്കിനെ കൊണ്ടുപോവുകയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിന്റെ കാര്യം വളരെ പരിങ്ങലിലാവും. പിന്നെ പോകാൻ സാധ്യതയുള്ള ബാർസലോണയാണ്. അവർക്കൊരു സ്ട്രൈക്കറെ ആവശ്യമാണ്. ഇപ്പോൾ
നല്ല കാലമൊക്കെ പിന്നിട്ടിരിക്കുകയാണ് ലെവാൻഡോസ്കിയുടെ. ഇപ്പോൾ റാഷ്ഫോർഡ് അങ്ങോട്ടേക്ക് വന്നെങ്കിലും സ്ട്രൈക്കറായിട്ടൊക്കെ തിളങ്ങാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഈ റാഷ്ഫോർഡ്. എങ്കിലും ഐസക്കിനെ കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത്രയും തുക കൊടുക്കാൻ ബാർസലോണയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാധ്യമല്ല. കാരണം അവർ ഫിനാൻഷ്യലി വളരെ വീക്കായ ഒരു ക്ലബ്ബാണ്. അപ്പോൾ സൈൻ ചെയ്താലും ലാലിഗയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ സീസണിലൊക്കെ ഓൾമോയെ സൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിയ ഒരു ക്ലബ്ബാണ് ബാർസലോണ. അപ്പോൾ അവർക്ക് നമ്പർ 9 ഒരു സ്ട്രൈക്കറെ, നല്ലൊരു സ്ട്രൈക്കറെ ആവശ്യമാണെങ്കിലും ഐസക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ലിവർപൂൾ തന്നെയാണ് ഈ റേസിൽ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം ലിവർപൂളിൽ നിന്ന് ലൂയിസ് ഡയസിനെ ബയൺ മ്യൂണിക്ക് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 70 മില്യൺ ഒക്കെ കൊടുക്കാമെങ്കിൽ ലൂയിസ് ഡയസിനെ വിറ്റിട്ട് അലക്സാണ്ടർ ഐസക്കിനെ കൊണ്ടുപോകാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സൈനിങ്, ലിവർപൂളുമായിട്ടുള്ള ഈ സൈനിങ് നടക്കുകയാണെങ്കിൽ ഒരു 350 മില്യണോളം അടുത്ത്, അല്ലെങ്കിൽ 400 മില്യൺ അടുത്ത് ഇപ്പോൾ ഓൾറെഡി അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എക്സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു സൈനിങ് കൂടെ നടത്തിയാൽ ലിവർപൂളിലെ ഈ സീസണിലെ സൈനിങ് വേറെ ലെവലായിരിക്കും. പിന്നെ നമുക്ക് കണ്ടറിയണം ഏത് ക്ലബിലേക്ക് പോകും എന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം സാഗയാണ്, ഫുട്ബോളാണ്, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അലക്സാണ്ടർ ഐസക് ഏത് ക്ലബിലേക്കാവും പോവുക? ലിവർപൂളിൽ സൈൻ ചെയ്യാൻ സാധിക്കുമോ, അതോ മറ്റ് ക്ലബിലേക്ക് ഏതെങ്കിലും പോവുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്